ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറും വൺ ഓഫ് ദി സിംഗറുമാണ് റിച്ചിൻ ആൻഡ് ചിച്ചർ. റൈറ്റ്? ഹായ്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അപ്പൊ ഭയങ്കര എനർജി ആയിട്ട് ഇരിക്കുന്ന എന്താണ് ഒരു എന്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ടൈറ്റിൽ ആദ്യത്തെ പടമാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. വേറെ കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പേര് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ജിജോയുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിലേക്ക് എത്തുന്നത്? ആദ്യം ഞാൻ അല്ലായിരുന്നു വെച്ചിരുന്നത്, വേറൊരു പുള്ളിയായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ പുള്ളി മരിച്ചുപോയി. അപ്പൊ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇന്നാക്കണം എന്നുള്ളൊരു സാധനം തോന്നി. അതെന്താണ് മൂവിലോട്ട് വരുന്നത്. ജിജോ ചേട്ടനും എന്റെ കസിനാണ്. ചേട്ടൻ ആ സമയത്ത് വേറെ ഇംഗ്ലീഷ് വോക്കൽ കോച്ചായിരുന്നു. അപ്പൊ ഇതൊരു ഇംഗ്ലീഷ് പാട്ടാ പാടിയേക്കുന്നത് ഈ പടത്തിനകത്ത് ചേട്ടൻ പാടിയേക്കുന്നത്. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷനും തോന്നിയില്ല. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നേരെ ചോദിച്ചു, പാടിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നേരെ ഫസ്റ്റ് പ്ലേബാക്ക് സിംഗർ ആയിട്ട് ഇത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക മ്യൂസിക് എപ്പോഴും ഉണ്ട് കൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഞാനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും വെയിറ്റ് ചെയ്യുകയാണ് ഈ സോങ് ഇന്നിപ്പോൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ മലയാളം മൂവിയിലൊക്കെ ഒത്തിരി ഇംഗ്ലീഷ് സോങ്സ് ടൈറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ ഒരു പാർട്ടാവാൻ പറ്റി ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു മൂവിയിലെ മ്യൂസിക് മൊത്തത്തിൽ ചെയ്ത രചനാണ്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുന്നേ എന്തായിരുന്നു? ഇതിനു മുന്നേ പ്രോഗ്രാമർ ആയിരുന്നു, മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയും. അപ്പോൾ മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആയിരുന്നു. അപ്പോൾ കുറെ ഡയറക്ടേഴ്സിനൂടെ അങ്ങനെ അസോസിയേറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ചെയ്തത് കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ തമിഴ് മൂവിയാണ് ഈ ജനുവരിയിൽ ചെയ്തായിരുന്നു. പിന്നെ നാൻസിക്കകത്ത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്തതാ. പിന്നെ ലേറ്റ് ആയി ഇറങ്ങി. ഇത് രണ്ടോ ലാസ്റ്റ് ഈ വർഷം ഇറങ്ങി രണ്ടു പടം. അപ്പോ ഞാൻ പിന്നെ നോട്ട് ചെയ്തൊരു കാര്യം, റിച്ചിന് യങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അല്ല, അധികം ഏജ് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പൊ 20 വയസ്സുണ്ട്. പക്ഷെ പടത്തിൽ ഇന്നാകുമ്പോ എനിക്ക് 17 വയസ്സാണ്. അപ്പൊ ബിഫോർ ഒരു ഭയങ്കര ആ സമയത്താണ് എനിക്ക് ട്രസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷ് പാട്ട് എനിക്ക് ആദ്യം തരുന്നത്. ചുമ്മാ ഒരു ട്യൂൺ ചെയ്ത് തരുമോ. അന്ന് വെറുതെ ചുമ്മാ ലിറിക്സ് ഉണ്ടാക്കി ഡയറക്ടറിനെ ലിറിക്സ് ഉണ്ടാക്കിയിട്ട് വെറുതെ ട്യൂൺ ഇട്ട് കാണിച്ചു ചോദിക്കും. അപ്പൊ വെറുതെ ഇങ്ങനെ ചെയ്ത് ഞാനപ്പോ വെറുതെ പാടി വയ്ക്കാതെ പ്രോഗ്രാം എല്ലാം ചെയ്ത് ഫസ്റ്റ് ഔട്ട് തന്നെ എല്ലാം പ്രോഗ്രാം ചെയ്ത് കൊടുത്തു. അപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് എക്സാമിന്റെ സമയത്ത് അങ്ങനെ ഫ്രീ ടൈം കണ്ടുപിടിച്ചാണ് ഇത് ചെയ്ത് കൊടുത്തത്. അപ്പോ ആ ഒരു ഇയറിൽ തന്നെ ബാക്കി പാട്ടുകളും കംപ്ലീറ്റ് ആയി. പിന്നെ പടം കുറച്ച് ലേറ്റ് ആയി. പ്രീയിലാണ് ഞാൻ ഇന്നാവുന്നത്. അപ്പൊ 17 വയസ്സാണ് പടം മൊത്തം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മൾ മലയാളീസിന് ആക്സെന്റിന്റെ ഇഷ്യൂസ് വരുമല്ലോ ഇംഗ്ലീഷ് ഒക്കെ ചെയ്യുമ്പോ. അപ്പൊ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ലൈക്ക് ഞാൻ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. അപ്പം വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് സോങ്സ് പാടുന്നതാണ്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് സോങ്സ് കൂടുതലും കംഫർട്ടബിൾ ആണ്, ഇഷ്ടമാണ് പാടാനായിട്ട്. അപ്പം അതുകൊണ്ട് അത് സെറ്റായി. തോന്നുന്നു നമ്മള് പറയുന്ന കേട്ടിട്ടുണ്ട് മലയാളം ലാംഗ്വേജ് ഭയങ്കര പാടാണെന്നൊക്കെ. പാട്ടിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പാട്ടിന്റെ കേസില് ഇതെല്ലാം ഒരു പ്രാക്ടീസ് ആണ് ശരിക്കും. നമ്മൾ എത്രമാത്രം കേൾക്കുന്നു അതനുസരിച്ച് പാടുന്നു, അതിനനുസരിച്ച് നമുക്കത് ആ ഒരു ഫ്ലുവൻസ് കിട്ടും. അങ്ങനെയാണ് അതിന്റെ രീതി. പിന്നെ ഞാനിത് പഠിപ്പിക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ നോട്ട് ചെയ്യും. അതാണ് എന്റെ അപ്പൊ ഇപ്പൊ ഈ മൂവി എടുത്ത് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഭയങ്കര ഇമോഷണലി ടച്ച് ആയ ഒരു മൂവിയാണ്. ഒരാൾ പുറത്ത് അബ്രോഡിൽ ജീവിക്കുന്ന ഒരാളും ആളുടെ ലൈഫും അവരുടെ ട്രാജഡീസ് എല്ലാം വരുമ്പോ അപ്പൊ ഈ ട്രാജഡി ചെയ്യുമ്പോ നമുക്കത് ഏക്കണം. പൊതുവെ പാട്ട് ചെയ്യുമ്പോ തന്നെ അത് ഏക്കണം. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഇതിൽ? ആക്ച്വലി ഇപ്പൊ പ്രീയിൽ ഇന്നായതുകൊണ്ട് സത്യം പറഞ്ഞ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞത് കുറച്ച് കീ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. ഓരോ പാട്ടും ഏത് സീനിൽ വരണം എന്ന് പറഞ്ഞാൽ ആ സീൻ മാത്രം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു. പിന്നെ ബാക്കി ഡയറക്ടർ ആഗ്രഹം ക്ലീശായി പോയരുത് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം പറഞ്ഞു തന്നില്ല. നിന്റെ ഐഡിയ ഇട്ട് ചെയ്തോളാം പറഞ്ഞു. ഇതിനകത്തൊരു ക്രിസ്ത്യൻ ഡിവോഷൻ ഇതുണ്ട്. അവരുടെ പ്രയർ സീനിൽ വരുന്ന ഒരു പാട്ടുണ്ട്. പക്ഷെ അത് പ്രയർ സോങ് പോലെ അല്ല ചെയ്തേക്കണം. ഭയങ്കര 808 ബേസ് ഒക്കെ ഉള്ള അങ്ങനത്തെ രീതിയിലാണ് ചെയ്തേക്കണം. ഇപ്പോഴത്തെ സ്റ്റൈലിലാണ് പ്രോഗ്രാമിങ് ചെയ്തേക്കുന്നത്. പക്ഷെ അത്
പിന്നെ അത് ഫൈനൽ വന്നപ്പോ നല്ല രസം പോലെ തോന്നി. അപ്പൊ കഥ പറയാതിരുന്നത് കുറച്ചും കൂടെ നന്നായെന്ന് തോന്നുന്നു.